മൂന്ന് പേരും വിചാരിക്കുന്ന മൂന്ന് വ്യത്യസ്ത ആൾക്കാരെ ഒരേ സമയം കണ്ടുപിടിക്കാൻ ഒരു ശ്രമം നടത്തി നോക്കുകയാണ്. അപ്പോൾ അതൊരു പരീക്ഷണമാണ്, പ്രായോഗികമല്ലാത്തൊരു സാധനമാണ്. പക്ഷേ അതിന് ഇത് ചെയ്യുമ്പോൾ ആ സമയത്ത് നിങ്ങൾ എനിക്കൊരു നല്ല സൈലൻസ് തരണം. കാരണം ഇത് എനിക്കും ഒരു പുതിയ അനുഭവമാണ്, നിങ്ങൾക്കും ഒരു പുതിയ അനുഭവമാണ്. ശ്രീ പ്രമോദ് പയ്യന്നൂർ, സംവിധായകൻ, നാടകകൃത്ത്, ഗിന്നസ് ബുക്കിൽ പ്രവേശനം നേടിയ ആളാണങ്ങ്, അല്ലേ? ദ ഫാസ്റ്റസ്റ്റ് സ്ക്രിപ്റ്റ്, അല്ലേ? ശ്രീ സെയ്ദ് സ്ഥലം എവിടെയാണ്? പൂവച്ചൽ നിന്നും ശ്രീ സെയ്ദ്. തൊപ്പി എന്തോ ബുദ്ധിയെ കൊളിപ്പിച്ച് വെച്ചിരിക്കുന്നതാണോ? തൊപ്പി അങ്ങനെ സ്ഥിരം വയ്ക്കുന്നതാണ്. ആൻഡ് പ്രിയപ്പെട്ട പ്രസീത, 3 പേർ. എനിക്കൊരൊറ്റ ഹെൽപ്പ് നിങ്ങളുടെ ഭാഗത്തുനിന്നും വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രമോദാണ് പറഞ്ഞു തുടങ്ങുന്നതെങ്കിൽ ഇപ്പോൾ യെസ് 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 എന്നാണെങ്കിൽ ഇങ്ങനെ ഉത്തരം പറയണം. ഒപ്പം യെസ് നോ എന്നല്ലാതെ വേറൊന്നും പറയരുത്. ഓക്കെ. പ്രമോദ് 25 വർഷം മുമ്പ് കൈരളിയിൽ ഞങ്ങൾ അശ്വമേധം ചെയ്യുമ്പോൾ കൈരളി ടി വിയുടെ വളരെ പ്രധാനപ്പെട്ട പ്രൊഡ്യൂസറാണ്. പിന്നീടാണ് പ്രമോദ് ബാല്യകാല സഖി സിനിമ സംവിധാനം ചെയ്തത്. ഭാരത് ഭവൻ്റെ മെമ്പർ സെക്രട്ടറി ആയിരുന്നു. ഇത്രയും കാലം അശ്വമേധം കളിക്കാൻ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. എനിക്ക് പേടിയായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ വിളിച്ചപ്പോൾ റെഡിയായി. നേരത്തെ കൈരളിയും പറഞ്ഞു പ്രമോദ് മത്സരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ആരെ വലിയ താല്പര്യത്തോടെ വന്ന് നിൽക്കുകയാണ്? ആണോ? ഒരു ബേസിലിന്റെ ഒരു ഞാൻ പ്രാന്തനാവും. ആയിക്കോ, വാ മോനെ. പേരെന്താ നിന്റെ? ഹായ് പറയും ഇവരോടൊക്കെ. എത്ര വയസ്സായി നിനക്ക്? 9 years. ബേസിൽ പണ്ട് മത്സരിച്ചതിനേക്കാൾ 5 വയസ്സ് പ്രായം കുറവാണ് നിനക്കിപ്പോ. 4 വയസ്സ്. നീ നാളെ ഒരു ബേസിൽ ജോസഫ് ആവും. ആളുടെ എവിടെ വീട്? കാരക്കോണം. അവിടെ നിന്നാണോ വന്നത്? കരകുളം. അച്ഛനമ്മക്ക് ഇവിടെ ഉണ്ടോ? നമസ്കാരം. എന്താണ് അച്ഛൻ്റെ പേര്? അനൂപ്. നമ്മൾ മുമ്പ് പങ്കെടുത്തിട്ടുണ്ട്, മത്സരിച്ചിട്ടുണ്ട്. അശ്വമേധത്തിലോ? അല്ല, നമ്മൾ കാട്ടാൽ പുസ്തകമേള. ഓക്കെ. കുറേ വർഷമായി മത്സരിച്ചു. അന്ന് ഞാനാണ് ജയിച്ചത്. എനിക്ക് വയ്യ. പ്രസീത, ഇത് കഴിഞ്ഞിട്ട് അടിച്ചു പൊളിക്കണം. റെഡി? പിടിച്ചു കേട്ടോ. നല്ല പേടിയുണ്ട്. ജൂറി, ആരം ഈ ദിവസത്തെ താരം വിചാരിച്ച പേര് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? പ്രമോദ് വിചാരിച്ച പേര്? ഉറപ്പായിട്ടും. സയ്യിദ് വിചാരിച്ചത്? പ്രസീതയുടേതോ? അപ്പൊ ഇനി ഞാൻ എന്തോ വിചാരിക്കാൻ? ജീവിതത്തിൽ ആദ്യമായി 4 പേരുടെ മനസ്സിലിരിപ്പ് കണ്ടുപിടിക്കാൻ ഒരുമിച്ചൊരു ശ്രമം നടത്തുന്നു. 1987 ജൂൺ 14 ഒരു ഞായറാഴ്ച രാത്രിയിൽ ഞാൻ കണ്ട ഒരു സിനിമയുടെ കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കെ, ആ കഥ കേട്ടുകൊണ്ടിരിക്കെ, നക്ഷത്രങ്ങൾ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ, ഒരു നെഞ്ചുവേദന കൊണ്ട് മടിയിൽ തലചായ്ച്ച അമ്മ ഒരു കറുത്ത കാറിൽ ആശുപത്രിയിലേക്ക് പോവുകയും വെളുത്ത ആംബുലൻസിൽ മടങ്ങി വരികയും ചെയ്ത അമ്മ മുതൽ ഏറ്റവും വലിയ സുഹൃത്തും വഴികാട്ടിയും വിമർശകനും ഒക്കെ ആയിരുന്ന എൻ്റെ അച്ഛൻ മുതലുള്ള സകല ഗുരുക്കളെയും മനസ്സിൽ ധ്യാനിച്ച് അറിവിൻ്റെ മഹാനദികളെ പ്രണമിച്ച് മറ്റൊരിക്കൽ വീണ്ടും കാണുന്നതുവരെ ഈ അശ്വമേധത്തിന് ശേഷമുള്ള ഇനിയൊരു യാത്ര പറച്ചിലിന് പ്രസീതയ്ക്ക് അരങ്ങൊഴിയുന്നതിനാൽ വീണ്ടും എത്തില്ല എന്നതിനാൽ നിങ്ങളുടെ എല്ലാം സ്നേഹത്തിന് ചഞ്ചലമാകാത്ത നെഞ്ചിടിപ്പിൻ്റെ 2 ആവർത്തനങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ പരമാവധി കരഘോഷം ഇപ്പോൾ പ്രതീക്ഷിച്ച്, കൊടിയ നിശബ്ദത തുടർന്നുള്ള നിമിഷത്തിലും പ്രതീക്ഷിച്ച്, യാഗം 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 യാഗം. ആരോ വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ ആണ്. അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. ഇല്ല. ഉണ്ട്. അതെ. അല്ല അതെ. ഇന്ത്യൻ അല്ല. അതെ. മോനെ, ഏഷ്യൻ അല്ല. മലയാളി അല്ല. മലയാളി
അല്ല, അതെ, അല്ല, അതെ. യൂറോപ്യൻ അല്ല. അല്ല. തോന്നുന്നു. എന്താണ്? യൂറോപ്യൻ ആണോ? അതെ. ആണ്. ആണ്. താങ്കളോടുള്ള ചോദ്യം ശ്രീ പ്രമോദ്. മലയാളിയാണ്, ജീവിച്ചിരിപ്പുണ്ടെന്നാണ് പറഞ്ഞത്. ജീവിച്ചിരിപ്പുണ്ട്. 50 വയസ്സിന് മുകളിൽ പ്രായം അല്ല. അല്ല. താഴെ. താങ്കളോടുള്ള ചോദ്യം മരിച്ചു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് 5ാമത്തെ ചോദ്യം, സാധാരണഗതിയിൽ തന്നെയാണ് മരണം? അല്ല. 50 വയസ്സിന് മുകളിൽ പ്രായം? അതെ. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം? അല്ല. നീ 50 വയസ്സിന് താഴെയാണ് പ്രായമെന്നല്ലേ പറഞ്ഞത്? 50 വയസ്സിൽ താഴെയാണെന്നല്ലേ പറഞ്ഞത് പ്രായം? ചോദിച്ചില്ലേ? യൂറോപ്യനെ പറഞ്ഞോളൂ. 50 വയസ്സിൽ താഴെയാണോ പ്രായം? ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ ചോദിച്ചാൽ മതി. അല്ല, അറിയില്ല. ഓക്കെ. ഈസ് ഹി അബവ് 50 years of age? More than 50? I'm not sure. You are not sure? അല്ല. No. Do you, പ്രമോദിനോട്, രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം? സാഹിത്യം ഉണ്ട്, പക്ഷെ അതിനേക്കാളും വേറെ വേറെ മേഖലയുണ്ട്. സാഹിത്യവും ഉണ്ട്, എന്നാൽ പ്രധാനം വേറെയുണ്ട്. താങ്ക് യു. ഇങ്ങോട്ട് അത് പറഞ്ഞു തരരുത് കേട്ടോ. അങ്ങ് വിചാരിച്ച വ്യക്തിയുടെ പ്രധാന മേഖല രാഷ്ട്രീയം, കലാ, സാഹിത്യം എന്നിവയിലൊന്നാണോ? യെസ്. രാഷ്ട്രീയം, കലാ, സാഹിത്യം. യെസ്. 50 വയസ്സിന് താഴെ. സ്പോർട്സ് ആണ്. രാഷ്ട്രീയം, കലാ, സാഹിത്യത്തിൽ ഉണ്ട്, പക്ഷെ വേറെ മേഖലയുണ്ട്. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം? അല്ല. അല്ല. താങ്കളോടുള്ള ചോദ്യം രാഷ്ട്രീയം, രാഷ്ട്രീയം, കലാ, സാഹിത്യമാണെന്ന് പറഞ്ഞല്ലോ. അതെ, അതെ. അതിൽ രാഷ്ട്രീയമാണോ പ്രധാനം? പ്രധാനം രാഷ്ട്രീയമല്ല. അല്ല. രാഷ്ട്രീയവും ഉണ്ട് അതിനകത്ത്. അല്ല, അദ്ദേഹത്തിന്റെ പ്രധാന ഐഡന്റിറ്റി രാഷ്ട്രീയമാണോ, പൊളിറ്റിക്സ് ആണോ, ഭരണാധികാരി? അല്ലല്ല. അല്ല. രാഷ്ട്രീയം, കലാ, സാഹിത്യം രാഷ്ട്രീയമാണോ? അല്ല സർ. 8 കല. അതെ. രാഷ്ട്രീയം, കലാ, സാഹിത്യം പ്രധാന. രാഷ്ട്രീയം അതുകൊണ്ട് രാഷ്ട്രീയവും ഉണ്ട്, പക്ഷെ പ്രധാനം വേറെ. സാഹിത്യമാണോ പ്രധാനം? സാഹിത്യവും ഉണ്ട്. കലയാണോ പ്രധാനം? കലയല്ല. അതെ. കലയുമുണ്ട്, കലാസാഹിത്യം, രാഷ്ട്രീയം, ഇതിലെല്ലാം ഉണ്ട്. എല്ലാം അതിനകത്ത് വരും. പ്രമോദ്, യെസ്. സ്പോർട്സ്, സയൻസ്, ഉദ്യോഗം ഇതിലൊന്നാണോ പ്രധാനം? അല്ല. ഫുട്ബോളോ മോനെ? യെസ്. ഇപ്പോഴും കളിക്കുന്നുണ്ടോ? റിട്ടയർഡായി. 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 ആയി. കറക്റ്റ്. റിട്ടയർ ചെയ്തിട്ട് 2 വർഷമായോ? ഇല്ല. റിട്ടയർ ചെയ്തിട്ട് 15 ദിവസമായോ? ഇല്ല. 15 ദിവസമായെന്ന് തോന്നുന്നു. 15 ദിവസമായോ? ഏതാണ്ട്. പ്രമോദ്, രാഷ്ട്രീയം, കലാ, സാഹിത്യം, മതപരം, ആത്മീയ, സാമൂഹ്യ പ്രവർത്തനം, സ്പോർട്സ്, സയൻസ്, ബിസിനസ് ചോദിച്ചു. ഉദ്യോഗം ചോദിച്ചു. ബിസിനസ് രംഗമുണ്ട്. ബിസിനസ്സും സാഹിത്യവും ഉണ്ട്. ഉണ്ട്. വേറെ മേഖലയുണ്ടോ? മതപരം, സാമൂഹ്യ പ്രവർത്തനം, ശാസ്ത്രം ഇതിലെല്ലാം ഉണ്ടോ? സാമൂഹ്യ പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും ഒക്കെ ഉണ്ട്, പക്ഷെ അതല്ല പ്രാധാന്യം. ഓക്കെ, നോക്കാം. സൗത്ത് ഇന്ത്യൻ? മലയാളി അല്ലെന്നാണ് പറഞ്ഞത്. സൗത്ത് ഇന്ത്യൻ ആണോ? അല്ല. ഡെത്ത് ആഫ്റ്റർ 2000? അല്ല. കലയാണെന്നല്ലേ പറഞ്ഞേ? അതെ സർ. പെർഫോമിംഗ് ആർട്ട്? അതെ. സംഗീതം? അതെ. മോൻ വിചാരിച്ച ആളുടെ രാജ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട നഗരത്തിന്റെ പേര് റിയോ ഡി ജനീറ എന്നാണോ? അല്ല. മോൻ വിചാരിച്ച രാജ്യത്തിലാണോ ആളുടെ രാജ്യത്തിലാണോ റിയോ ഡി ജനീറ എന്ന നഗരം? റിയോ? അറിഞ്ഞൂടാ. റിയോ അവന്റെ
മനസ്സിലുള്ള ആളുടെ രാജ്യത്തിലാണോ എന്ന്? അല്ല. അല്ല. രക്ഷപ്പെട്ടല്ലോ. ശരി, പ്രമോദ്. 50 വയസ്സിൽ താഴെ പ്രായമുള്ള സാഹിത്യവും ബിസിനസ്സും ഒക്കെ ഉള്ള ആളാണ്. അതെ അതെ. തെക്കൻ കേരളം. സൗത്ത് ഇന്ത്യൻ അല്ലെന്നല്ലേ പറഞ്ഞേ? പെർഫോമിംഗ് ആർട്ടുമായിട്ട് ബന്ധമുണ്ടോ? യെസ്. ഒരു കാര്യം പറഞ്ഞോട്ടെ. നോർമൽ ഡെത്ത് ആണോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങ് പറഞ്ഞത് അല്ല എന്നാണ്. സാധാരണ മരണമാണോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങ് അല്ല എന്നാണ് പറഞ്ഞത്. പ്രസീത വിചാരിച്ച ആളുടെ പ്രധാന മേഖല ചലച്ചിത്ര സംഗീതമാണോ? കേട്ടില്ല. ചലച്ചിത്ര സംഗീത മേഖലയാണോ പ്രധാനം? ചലച്ചിത്ര സംഗീത മേഖലയല്ല. അല്ല. യജ്ഞം 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 യജ്ഞം. ചെറിയ ആത്മവിശ്വാസമൊക്കെ 1-2 ആളുകളിൽ വന്നു തുടങ്ങിയത് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മ്യൂസിക്കൊക്കെ ഒന്ന് പേടിപ്പിച്ചിടാം. ലൈറ്റും മ്യൂസിക്കും ഒക്കെ. മോൻ വിചാരിച്ച ആള് യൂറോപ്യൻ ആണോ എന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞേ? ലൈഫ് ലൈൻ ചോദിച്ചു. അതെ എന്നല്ലേ പറഞ്ഞത്? അല്ലേ? അതെ. അദ്ദേഹം ഈ ലോകകപ്പിൽ കളിച്ചോ? കളിച്ചു. എടാ നീ ഇങ്ങനെ പറഞ്ഞ എനിക്ക് അറിഞ്ഞൂടല്ലോ. നീ നിന്റെ അടുത്ത് എന്താന്ന് ചോദിച്ചാ കളിച്ചു. ശരി, പാവം റിട്ടയർ ചെയ്തു. പക്ഷേ അത് തെറ്റാണ്. റിട്ടയർഡ് എന്ന് പറയാൻ പറ്റുമോ? റിട്ടയർഡായി എന്ന് പറയാൻ പറ്റുമോ? പൂർണ്ണമായും മത്സരങ്ങളിൽ എല്ലാ മത്സരങ്ങളിലും റിട്ടയർ ചെയ്തു എന്ന് അനൗൺസ് ചെയ്യാൻ പറ്റും. ആയിക്കോട്ടെ, നോക്കാം. ഈ ലോകത്തിൽ തൻ്റെ പേരിൽ വിമാനത്താവളമുള്ള രണ്ടാമത്തെ ഫുട്ബോളർ അദ്ദേഹമാണോ? ഈസ് ഹി ദ സെക്കൻഡ് എവർ ഫുട്ബോളർ ടു ഹാവ് ആൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഇൻ ഹിസ് നെയിം? നോ. ജൂറി? അവൻ പറഞ്ഞത് ശരിയാണെന്നാണോ? എന്റെ ചോദ്യത്തിന്റെ ഉത്തരം എസ് ആണോ? ഇല്ല, ഉണ്ട്. കാരണം ഈ ലോകത്തിലെ ഒന്നാമത് ഒരു ഫുട്ബോളറിന്റെ പേരിൽ ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് ഉള്ളത് ജോർജ് ബെസ്റ്റിന്റെ പേരിൽ ബെൽഫാസ്റ്റിൽ, അയർലൻഡിൽ ബെൽഫാസ്റ്റിൽ ലോക പ്രശസ്ത പ്ലെയർ ആയിരുന്ന ജോർജ് ബെസ്റ്റിന്റെ പേരിൽ ജോർജ് ബെസ്റ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് രണ്ടാമതൊരു പ്ലെയറിന്റെ പേരിൽ ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. അതിനുടമയാണോ എന്നാണ് ചോദിച്ചത്. ആണ് എന്നാണ് പറഞ്ഞത്. ശരിയാണല്ലോ അല്ലേ? ശരി. അല്ല, ഉത്തരം പറഞ്ഞില്ലല്ലോ. എന്താ? കുട്ടിക്ക് അറിയില്ല. പാസ്. അല്ല, ജൂറി പറയണം. ആണ്. പ്രമോദ്. അവിടെയാണ് പ്രശ്നം. പ്രമോദിലാണ് പിടുത്തം കിട്ടാതെ കിടക്കുന്നത്. ഇന്ത്യക്ക് പുറത്തും സംഭാവനകളുണ്ടോ? സംഭാവനയുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബിസിനസ് ഒക്കെ ഇന്ത്യക്ക് പുറത്താണോ? അല്ല, ഇന്ത്യക്കകത്താണ്. പക്ഷെ ഇന്ത്യക്ക് പുറത്ത് അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ട്. ആയിരത്തി 1980 ശേഷം മരണം. രാഷ്ട്രീയവും കലയും സാഹിത്യവും എല്ലാം ഉണ്ട്. 80 ശേഷം മരിച്ചു. 2000 മുമ്പ് മരിച്ചു. പ്രസീത, നമ്മൾ വലിയ മാനസിക ഐക്യമുള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ ശരിയായി തോന്നുന്നു. നോക്കാം. പ്രസീത വിചാരിച്ച ആള് കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 20 വർഷങ്ങൾക്കുള്ളിൽ കേരള സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതെങ്കിലും സാംസ്കാരിക കേന്ദ്രത്തിന്റെ സാരഥിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ടോ? യെസ്. താങ്കൾ വിചാരിച്ച വ്യക്തിക്ക് ഒരു മനുഷ്യപക്ഷത്തോ ഇടതുപക്ഷത്തോ ഉള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നോ? യെസ്. പ്രമോദ് വിചാരിച്ച വ്യക്തി ഇന്ത്യക്ക് അകത്താണ് ബിസിനസ്, ഇന്ത്യക്ക് പുറത്തും പ്രശസ്തനാണെന്ന് പറഞ്ഞല്ലോ. 50 വയസ്സിന് താഴെയാണ് പ്രായമെന്ന് പറഞ്ഞത്. അതെ. പ്രധാന മേഖല ബിസിനസ്സിൽ ജുവല്ലറി ആണോ? ജുവലറി അല്ല. ഫിനാൻസ് അല്ല. മോൻ വിചാരിച്ച ആളിന്റെ നാട്ടിൽ നിന്ന്, മോൻ വിചാരിച്ച ആളിന്റെ രാജ്യത്തിൽ നിന്ന് 1498 ഇവിടേക്ക് വന്ന മനുഷ്യന്റെ സാഹസിക കഥകൾ പറയുന്ന ഒരു ഇതിഹാസ കാവ്യത്തിന്റെ പേര് ദോസ് ലിസിഡാസ് എന്നാണോ?
അത് വേണ്ട മോനെ. മോൻ വിചാരിച്ച ആളിൻ്റെ നാട്ടിൽ നിന്നാണോ മോനെ നമ്മുടെ നാട്ടിലേക്ക് ആദ്യമായി ഒരു പരദേശി വരുന്നതായി ചരിത്രം രേഖപ്പെടുത്തിയത്? ഉണ്ട്. ഇതിപ്പോ എല്ലാവർക്കും പ്രസീത, സർ. ഇതൊന്നാണോ? അതെ. അങ്ങ് വിചാരിച്ച വ്യക്തിയുമായി മലയശ്രീക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? വെദർ മലയശ്രീ ഈസ് കണക്റ്റഡ് വിത്ത് ദ പേഴ്സൺ ഇൻ യുവർ മൈൻഡ്? മലേഷ്യ മലയശ്രീ ആ ബന്ധം. യെസ് ഓർ നോ? അങ്ങ് വിചാരിച്ച ആളിന്റെ ഭാര്യയാണോ മലയശ്രീ എന്നാണ് എൻ്റെ ചോദ്യം. ആണോ? യെസ്. എഡ്യൂക്കേഷൻ പ്രമോദ്, എഡ്യൂക്കേഷനോ എന്തുണ്ടോ? എഡ്യൂക്കേഷൻ ഉണ്ട്. തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരവും തമിഴ്നാടും. തിരുവനന്തപുരം ജില്ല കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരം ജില്ല എന്ന് പറയാം. തിരുവനന്തപുരത്തില്ല. മോനെ, ഇത് 7 ആണോ? Is it 7? No. Eh? Yes. 7. Yes. 7 is heaven. Right. സോറി, തിരുവനന്തപുരത്തും മറ്റ് സ്റ്റേറ്റിലും ഉണ്ട്. അല്ല, ഉണ്ട്. അല്ല, കേരളത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല തിരുവനന്തപുരം ജില്ലയാണോ പ്രധാനമെന്നാണ് ചോദ്യം. തിരുവനന്തപുരം ജില്ലയിലും ഉണ്ട് വിദ്യാഭ്യാസം. പ്രധാനമായും നോക്കാം. അല്ലല്ല, നമുക്ക് നോക്കാം. ഞാൻ ഉദ്ദേശിച്ച ഒരാൾ മനസ്സിൽ തോന്നിയത് കൊണ്ട് ചോദിച്ചാണ്. അപ്പോൾ ഒന്നുകൂടെ ഒരു റൗണ്ട് കൂടെ കൺഫേം ചെയ്തിട്ട് അല്ലേ രാജസൂയത്തിലേക്ക് പോവാം. ഒരു റൗണ്ട് കൂടി കൺഫേം ചെയ്തിട്ട് അങ്ങ് വിചാരിച്ച വ്യക്തിയുടെ കാര്യത്തിൽ കൺഫർമേഷൻ. ഞാനിപ്പോ ഹല്ലേ ബോൾ എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് ഇഷ്ടപ്പെടുമോ? തീർച്ചയായും. പ്രമോദ്, യെസ്. പ്രമോദ് വിചാരിച്ച വ്യക്തിക്ക് ഐക്യരാഷ്ട്രസഭയുമായി ബന്ധമുണ്ടോ? ഉണ്ട്. രാജസൂയം. ശ്രീലങ്കയിൽ അശ്വമേധം ചെയ്യുന്ന കാലം അവിടെ കൊണേഷ് എന്ന് പറയുന്ന ഒരു ഫ്ലോർ മാനേജർ ഉണ്ട്. മിടുക്കനാണ്. 10 എപ്പിസോഡൊക്കെ ചെയ്യണം. കാരണം 6 ദിവസം കൊണ്ട് 6 മാസത്തേക്കുള്ള ഷൂട്ട് ചെയ്യണം. കാരണം വല്ലപ്പോഴും അല്ലേ പോയി ചെയ്തിട്ട് വരണം. വേറൊരു രാജ്യമല്ലേ. ഷൂട്ടിംഗ് കഴിഞ്ഞ ഒരു ദിവസം കൊണേഷ് ചോദിച്ചു, എൻ്റെ അനിയൻ, ഇവൻ്റെ പ്രായമുണ്ട്, എൻ്റെ അനിയൻ സാറിൻ്റെ അടുത്ത് കളിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, ഞാൻ റൂമിൽ കൊണ്ടുവരട്ടെ രാത്രി. ഞാൻ പറഞ്ഞു, ഓ, പ്രദീപുണ്ട്. അവൻ റൂമിൽ കൊണ്ടുവന്നു. വിട്ടില് പോലെയാണ് ആ പയ്യൻ സംസാരിക്കുന്നത്, ആൺകുട്ടി. അവൻ വിചാരിച്ചത് മുഴുവൻ അർജുന രണാത്തുംഗെ, അരവിന്ദ ഡിസിൽവ, റോഷൻ മഹാനാമ ഇത് കണ്ടുപിടിച്ച് മതിയടാ, അല്ല ഇനിയും ഉണ്ട്, അശാങ്ക ഗുരുസിംഗെ, എല്ലാം ശ്രീലങ്കൻ ക്രിക്കറ്റേഴ്സിനെ വിചാരിക്കുള്ളൂ. ഭയങ്കര ക്രിക്കറ്റ് ഭ്രാന്തനാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൻ രാത്രി തിരിച്ചുപോയി. അന്ന് യുദ്ധം നടക്കുന്ന കാലമാണ്. പ്രഭാകരൻ കൊല്ലപ്പെടുന്നതിന് മുമ്പാണ് ആഭ്യന്തര കലാപം. ഓരോ 100 മീറ്ററിലും ഞാനും ബാബു ഭരദ്വാജൊക്കെ പോകുമ്പോൾ, നിങ്ങളൊക്കെ പോകുമ്പോൾ കാറ് തടഞ്ഞു നിർത്തി പട്ടാളക്കാർ അടിവസ്ത്രം വരെ അഴിച്ച് പരിശോധിച്ചിട്ട് കടത്തിവിടും. പോലീസില്ല, പട്ടാളം മാത്രമേ ഉള്ളൂ. അന്ന് യുദ്ധത്തിന് മുമ്പാണ്, അവസാനിക്കുന്നതിന് മുമ്പ്. 100 മീറ്ററിൽ ഒരു സംശയം തോന്നി പോലീസ് വെടിവെക്കും, വാർണിംഗ് ഫയർ. നിർത്തിയില്ലെങ്കിൽ അടുത്ത 100ാമത്തെ മീറ്ററിൽ എല്ലാവരെയും വെടിവെച്ച് വീഴ്ത്തും. പിറ്റേ ദിവസം ഷൂട്ടിങ്ങിന് കൊണേഷ് വന്നില്ല. ഞാൻ ചോദിച്ചു ചമിന്ദരാജ് എന്ന ചാനൽ MD-യോട്, മിസ്റ്റർ കൊണേഷ്. അവർ വരും സാർ, ആനാ മോസ്റ്റ് പ്രോബബ്ലി ഇന്ന് വരലേ എന്നോ എന്തോ വിഷയം. ആയിക്കോട്ടെ. രാത്രി ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ചമിന്ദരാജ് പറഞ്ഞു, നിങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാൻ, നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആകാതിരിക്കാൻ പറയാത്തതാണ്. ഇന്നലെ രാത്രി നിങ്ങളെ കണ്ടിട്ട് പോകുമ്പോൾ വഴിയിൽ വാർണിംഗ് ഫയർ കേട്ടില്ല. അവർ സംസാരിച്ചുകൊണ്ടായിരിക്കാൻ പോയത്. ഞാൻ ഓർക്കുന്നു, ചിലപ്പോൾ നമ്മുടെ കണ്ട കഥയൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കാൻ പോയത്. രണ്ടാമത്തെ 100 മീറ്റർ ആയപ്പോൾ വെടിവെച്ചത്, ആദ്യത്തെ വെടിയേറ്റത് കൊണേഷനാണ്. പിടഞ്ഞു മരിച്ചു. ആ കുട്ടി ചാടി എഴുന്നേറ്റ് കാണണം. ആ കുട്ടിയെയും വെടിവെച്ചു. 12 വയസ്സുള്ള ആ കുട്ടിയും മരിച്ചു. അങ്കമൊഴിയാത്ത ലങ്കയിലെ എപ്പിസോഡുകളുടെ ഒരു അനുഭവം ഓർത്തുപോയതാണ്. പക്ഷെ അവരൊക്കെ ഈ പ്രോഗ്രാമിനെ സ്നേഹിച്ചിരുന്നു. അങ്ങനെ ഇന്ന് ജീവനോടെ ഉള്ളവരും ഇല്ലാത്തവരുമായ അശ്വമേധത്തെയും എന്നെയും ഒക്കെ സ്നേഹിച്ച, ഇപ്പോഴും സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഓർമ്മകൾക്ക് മുന്നിൽ അങ്ങേയറ്റത്തെ വിനയത്തോടെ ഹൃദയം പൂർണ്ണം നമസ്കരിച്ച്, മുൻപേ കടന്നുപോയ സർവ്വ മനുഷ്യരുടെയും കാൽനഖേന്ദു മരീചികളെ വിനയപൂർവ്വം പ്രണമിച്ച്, നാളെ ഇതുപോലെ വരാനിരിക്കുന്ന വേറെ 100 കണക്കിന് ഗ്രാൻഡ് മാസ്റ്റർമാർ വരട്ടെ. ഒരുപാട് പേർക്ക് ഞാൻ ചെയ്യുന്നത് ചെയ്യാൻ കഴിയട്ടെ. മരിച്ചു പോകുമ്പോൾ ഈ പ്രോഗ്രാം അവസാനിക്കരുത്.
അതിനൊരുപാട് പേർക്ക് നിനക്കൊക്കെ കഴിയണമാരെ ഭാവിയിൽ. അങ്ങനെ കഴിയുമ്പോൾ അവരുണ്ടാക്കുന്ന അഗ്നിയുടെ ചൂട് കൊള്ളാൻ അന്ന് ഭാഗ്യം കിട്ടിയില്ലെങ്കിലോ എന്ന ആശങ്ക കൊണ്ട്, നാളെയിലെ മിടുക്കർ പെയ്യിക്കുന്ന അറിവിൻ്റെ മഴയിൽ നനയാൻ അവസരം കിട്ടിയില്ലെങ്കിലോ എന്ന ആശങ്ക കൊണ്ട്, നാളെയുടെ അഗ്നിക്ക് മുന്നിൽ എൻ്റെ വാക്കിൻ്റെ വെളിച്ചവും നാളെയുടെ മഹാമഴയ്ക്ക് മുന്നിൽ എൻ്റെ നെഞ്ചിടിപ്പുകൾ ഉരച്ചൊഴുക്കുന്ന കണ്ണുനീരും പകരം വെച്ച് പ്രസീത മനസ്സിൽ വിചാരിച്ചത് നമുക്കെല്ലാം ഏറെ പ്രിയങ്കരനായ കേരളത്തിൻ്റെ നാടൻ പാട്ടിൻ്റെ പകരക്കാരനില്ലാത്ത രാജപുരുഷനായ കുട്ടപ്പൻ ചേട്ടനാണോ, CJ കുട്ടപ്പനാണോ? അതെ സർ. അതെ. മോൻ വിചാരിച്ചത് കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ഒറ്റയ്ക്കൊരു ചുമലിൽ ഒരു നാടിനേൻ്റെ പ്രതീക്ഷകൾ മുഴുവൻ തോളിലേന്തി നടന്ന ആ പ്രതിഭാശാലി. പക്ഷേ മറ്റ് പല നായകന്മാർക്കും കിട്ടുന്നത് പോലെ പലപ്പോഴും എനിക്ക് തോന്നിയതാകാം, സഹകളിക്കാരുടെ പിന്തുണ വേണ്ടവണ്ണം കിട്ടാതെ പോയ ഒരു മനുഷ്യൻ. അർജന്റീനയുടെ നായകനോടൊപ്പം ആ 10 കളിക്കാരും അദ്ദേഹത്തിന് വേണ്ടി മാത്രം എത്തി നിൽക്കുന്നത് പോലെ, എർലിംഗ് ഹാലണ്ടിനെ പന്തെത്തിക്കാൻ നോർവേയിലെ 10 കളിക്കാരും ശ്രമിക്കുന്നത് പോലെയൊന്നും കൂട്ടുകാർ ശ്രമിച്ചിട്ടില്ല ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ. ഒരുപക്ഷെ അതുകൊണ്ട് മാത്രം നിരാശയോടെ ഈ ലോകകപ്പിൽ നിന്ന് മടങ്ങേണ്ടി വന്ന ആ പ്രതിഭാശാലി, ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്ന് പടുത്തുയർത്തിയ മഹാവിജയത്തിൻ്റെ തേരാളി ക്രിസ്ത്യാനോ റൊണാൾഡോയാണോ മോനെ മനസ്സിൽ? ശ്രീ പ്രമോദ്, ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ പ്ലീസ്. അങ്ങ് വിചാരിച്ച വ്യക്തി ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കാൻ അവസരം കിട്ടിയ ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളിയാണോ? ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളിയാണ്. താങ്കൾ വിചാരിച്ചത് ഞാനുമായി വളരെ അടുത്ത ഒരാളാണ്, പ്രമോദിനെ അറിയില്ലായിരിക്കും വ്യക്തിപരമായി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു എന്നും കാണുന്ന ബന്ധമല്ല. പക്ഷെ ജീവിതത്തിൻ്റെ നിർണായകമായ ഒരു ഘട്ടത്തിലൊരു വലിയ ആത്മബന്ധം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹമാണെങ്കിൽ ഞാൻ പറയട്ടെ അതാണോന്ന് എനിക്കറിയില്ല. അതാണെങ്കിൽ ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളിയാണെന്ന് ഉറപ്പാണോ? അപ്പോൾ അത് തന്നെയാണ്. ഞാൻ എൻ്റെ ആത്മകഥയിൽ കുളമ്പടി ഒച്ചകളുടെ ഡയറി എന്ന പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. വളരെ ഹൃദ്യമായി കടപ്പാടോടുകൂടി താങ്കൾ 13 വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർമാരെല്ലാം ഇനി രക്ഷിക്കാൻ കഴിയില്ല എന്നും ട്രാൻസ്പ്ലാന്റേഷൻ പോലും സാധ്യമല്ലെന്നും പറഞ്ഞ മരണം ഇങ്ങനെ കൺമുന്നിൽ 8 10 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ എന്ന് കരുതിയ നിമിഷത്തിൽ ഒരു ആശുപത്രിയും ഒരു ഡോക്ടറും ഒക്കെ തയ്യാറായപ്പോൾ ആ ആശുപത്രി നടത്തിയ ആൾ, അല്ലെങ്കിൽ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചിന്തിക്കാൻ കഴിയാത്തൊരു വലിയ തുകയുടെ ബില്ല് വന്നപ്പോൾ ഞാൻ ഈ ബില്ല് കണ്ട് ഞെട്ടി. എൻ്റെ കയ്യിൽ അന്ന് അതൊന്നുമില്ല. ഞാൻ വിളിച്ചു പറഞ്ഞു ബില്ല് ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞപ്പോൾ അതെ ഒപ്പിടണം. അതായത് 75 ലക്ഷം രൂപ വരെയുള്ള ചെക്കുകൾ MDക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാം, അതിൽ കൂടുതലായാൽ മാത്രം ബോർഡ് കൂടണം. ഇതിപ്പോൾ അതൊന്നും ഇല്ലല്ലോ, അതിനേക്കാളൊക്കെ ചെറിയ തുകയല്ലേ, നിങ്ങളുടെ ഒപ്പ് മാത്രം മതി, നിങ്ങളുടെ പ്രസംഗവും ജസ്റ്റ് എ മിനിറ്റും ഒക്കെ കേട്ടാണ് ചേട്ടാ എൻ്റെ കുട്ടിക്കാലം വളർന്നത് എന്ന് പറഞ്ഞ മനുഷ്യനാണത്. ഞെട്ടിപ്പോയി അന്ന്. ഞാനത് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഞാൻ സഫാരിയിലൊരു ഷോയിൽ ഈ കഥ പറഞ്ഞപ്പോൾ അമേരിക്കയിൽ നിന്ന് വരെ ആളുകൾ വിളിച്ച് ഞങ്ങൾ ഒരുപാട് പൈസ നിങ്ങൾക്ക് തരാം, ഞങ്ങൾക്ക് അത്രമേൽ ഇഷ്ടമാണ് പ്രദീപിനെ എന്ന് പറഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ച ആ മലയാളി, അംബാനിയും അദാനിയും ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ബിസിനസ് ഫ്രറ്റേണിറ്റിയിൽ നിന്ന് ഇന്ത്യയിൽ ആദ്യമായ ഒരാൾക്കാണ് അത്തരമൊരു പ്രസൻറ്റേഷൻ അവസരം കിട്ടിയിട്ടുണ്ടാവുക. അദ്ദേഹം തിരുവനന്തപുരത്തുകാർക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ്, പരിചിതനാണ്. അദ്ദേഹം ഒരു നോവലിസ്റ്റാണ്. ബിസിനസ് മാൻ്റെ സാഹിത്യം എന്നതിലുപരി മികച്ചൊരു സാഹിത്യകാരനായ നോവലിലൂടെ പരിഗണിക്കപ്പെട്ടു. പക്ഷേ സാമൂഹ്യ പ്രവർത്തനം എന്ന ചോദ്യത്തിന് അതല്ല പ്രധാനമെന്ന് പറഞ്ഞതിനോട് വ്യക്തിപരമായി എനിക്ക് വിയോജിപ്പുണ്ട്. ബിസിനസ് മാൻ ഓൻ്റർപ്രന്യൂർ എന്നതിനേക്കാളുപരി അദ്ദേഹം തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവകാരുണ്യ പ്രവർത്തകനാണ്. തീർച്ചയായിട്ടും. ഇസ് ഇറ്റ് മിസ്റ്റർ MS ഫൈസൽ ഖാൻ ഓഫ് നിംസ്? യെസ് സർ. സയ്യിദ്, ആയിരത്തി 1980കളുടെ ഒടുവിലാണ് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം കോഴിക്കോട് നടക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ പ്രതിനിധിയായി പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ വിഷയം കിട്ടിയത് കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നാണ്. അന്നുള്ളു പൊള്ളിച്ച് പത്രത്തിൽ നിന്ന് നടുങ്ങിയ ഒരു വാർത്തയിലാണ് ഞാനിന്ന് പ്രസംഗം തുടങ്ങിയത്. അന്ന് തുടങ്ങിയ പ്രസംഗത്തിൻ്റെ ആ വാചകം കടമെടുത്ത് പറഞ്ഞാൽ, നാടകമെന്ന കലയിലൂടെ
സമത്വ സ്വാതന്ത്ര്യങ്ങൾ ആവിഷ്കരിക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായി അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഹല്ലേബോൾ എന്ന മുദ്രാവാക്യമുയർത്തി ഈ രാജ്യത്തിൻ്റെ ഹൃദയത്തിലുടനീളം തൻ്റെ നാടകവേദികളുമായി ജൻജാഗരൺ മഞ്ചുമായി സഞ്ചരിച്ചെത്തിയ ഇന്ത്യയുടെ ഏറ്റവും മഹാനായ സോഷ്യലിസ്റ്റ്, വിപ്ലവകാരി, കമ്മ്യൂണിസ്റ്റ് നാടക പ്രവർത്തകൻ സഫ്തർ ഹഷ്മിയാണോ മനസ്സിൽ? ഇനി പ്രസീതയുടെ ജോലിയാണ്. അതിനു മുമ്പ് സൗമ്യ ഈ വേദിയിൽ വരണം, എസ് ജാനകിക്ക് ഒരു ട്രിബ്യൂട്ട് നൽകാൻ. പ്രസീത. മോനെ, താങ്ക്സ് ഫോർ മ്യൂസിക്. നിങ്ങൾക്കുള്ളത് ഫോട്ടോ അറിയില്ലല്ലോ ആരാണ്. മലയാളി മനസ്സിന്റെ ദൃശ്യോത്സവം.